ഹരി ഓം. ശ്രീമദ് ഭാഗവതം ഷഷ്ഠസ്കന്ധത്തിലെ 16-ാം അധ്യായം 65 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ഷഷ്ഠസ്കന്ധേ 16-ാം അധ്യായം. ശ്രീശുക ഉവാച. അഥ ദേവഋഷീരാജൻ സംവരേതം നൃപാത്മജം ദർശിത്വേദി ഹോവാച ജ്ഞാതീനാമനുശോചതാം. അല്ലയോ രാജാവേ, ആ ദേവർഷി നാരദ മൃതനായ സംപരേതം പരേതം എന്ന് പറഞ്ഞാൽ പരേതനായ ആ നൃപാത്മജൻ രാജപുത്രനെക്കുറിച്ച് അനുശോചിക്കുന്നു. നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്ന ആ വാക്ക് തന്നെ ഇവിടെ ഉപയോഗിച്ചാൽ മതി. ജ്ഞാതീനാം, അത് കൂടെയുള്ളവർക്ക്, സംബന്ധിക്കുന്നവർക്ക്, ഇതിലിടപെട്ട് നിൽക്കുന്നവർക്ക് കാട്ടിക്കൊടുത്തിട്ട് ഇതി ഉവാച, ഇപ്രകാരം പറഞ്ഞു. നാരദ ഉവാച. ജീവാത്മൻ പശ്യ ഭദ്രം തേ മാതരം പിതരം ച തേ സുഹൃദോ ബാന്ധവാൻ താപാൻ ശുചാ ത്വത്കൃതയാ ഭൃശം. ജീവാത്മൻ, അല്ലയോ ജീവാത്മാവേ, തേ ഭദ്രം, നിനക്ക് മംഗളം. ഭദ്രം തേ മാതരം പിതരം ച തേ സുഹൃദോ ബാന്ധവാൻ എന്നാക്കുക. എന്നിട്ട് സവും അപൂജ്യവും സ എന്നുള്ള അക്ഷരവും വെട്ടിക്കളയുക. തപ്താൻ ശുച ത്വത്കൃതയാ ഭൃശം എന്ന് വായിച്ചാൽ മതി. ശുച, നിന്നെക്കുറിച്ചുള്ള ദുഃഖം കൊണ്ട് വളരെയധികം പരിതപിക്കുന്ന നിൻ്റെ മാതാവിനെയും പിതാവിനെയും മാതരം പിതരം മാതാവിനെയും പിതാവിനെയും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരെയും പശ്യ എന്ന് പറഞ്ഞാൽ കണ്ടാലും, ആ വാക്കൊക്കെ നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടും ഉള്ളതാണ്. പശ്യ, കാണുക. കളേബരം ചിലതിനകത്ത് എഴുതിയിരിക്കും. കളേബരം എന്നാണേലും വായിക്കുന്നത് ശരി തന്നെയാണ്. കളേബരം സ്വമാവിശ്യ ശേഷമായു സുഹൃദ്വൃതഃ ഭുങ്ക്ഷ്വ ഭോഗാൻ പിതൃപ്രത്താൻ അധിതിഷ്ഠ നൃപാസനം. അധിതിഷ്ഠ അധിവസിക്കുക. കളേബരം സ്വം കളേബരം, സ്വന്തമായ ശരീരത്തെ ആവശ്യ അതിനകത്തോട്ട് പ്രവേശിച്ചിട്ട് സുഹൃത്തുക്കളോട് കൂടിയവനായിട്ട് ശേഷമായു അവശിഷ്ടമായ ആയുസ്സിനെ പിതൃപ്രത്താൻ പിതാവിനാൽ നൽകപ്പെടുന്ന ഭോഗങ്ങളെ ഭുജിച്ചാലും ഭുജിച്ചാലും നൃപാസനം രാജ പദവിയിൽ ഇരുന്നാലും എന്ന് പറയുക. കളേബരം സ്വമാവിശ്യ ശേഷമായു സുഹൃദ്വൃതഃ ഭുങ്ക്ഷ്വ ഭോഗാൻ പിതൃപ്രത്താൻ, അങ്ങനെ അവിടെ നിർത്തുക. എന്നിട്ട് അധിതിഷ്ഠ നൃപാസനം എന്നാക്കുക. അതെവിടെയുള്ളൂ. ജീവ ഉവാച. ആ ജീവനായ കുഞ്ഞിൻ്റെ ജീവനാണ്. ആ ജീവനെയാണ് ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. ആ ജീവനാണ് പറയുന്നത്. ഇനി അതൊരു ഭാഗവതത്തിലെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അധ്യായമാണിത്. അതായത് നമ്മൾ ഈ മരണ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ദുഃഖിക്കും. പക്ഷേ ആ ജീവനായ നമ്മളെ സ്വന്തം ജീവൻ, അതാണല്ലോ സത്യം. ഞാൻ എന്നുള്ള ശരീരമല്ലെന്ന് പറയുന്നുണ്ട് പലയിടത്തും. അപ്പോൾ ഈ ശരീരം അല്ല എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൽ ഇരിക്കുന്ന ജീവനാണ് ജീവനൊരു നാശവുമില്ല എന്ന് വരുത്തുകയും ഈ ജീവന് നമ്മളോട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്നും കൂടി മനസ്സിലാക്കി തരികയാണ്. അപ്പം നമ്മൾ ദുഃഖിക്കുന്നവർ, ഏതെങ്കിലും ഒരു മരണപ്പെട്ട ആത്മാവിനെക്കുറിച്ച് നമ്മൾ ദുഃഖിക്കുമ്പോൾ ഓർക്കുക, പോയ ആത്മാവ്, അതിനകത്തുള്ളിലുണ്ടായിരുന്ന ജീവന് നമ്മളുമായിട്ട് അത്രയധികം അഭേദമായ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ജീവന് നമ്മളോട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. കാരണം ജീവൻ എന്നും അവിടെ ഉണ്ട്. അത് പല ജന്മത്തിൽ പല ശരീരങ്ങളിൽ കൂടി ജനിച്ചു പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ അധ്യായം പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ദുഃഖങ്ങൾ എന്നാൽ ജനന മരണത്തിനെക്കുറിച്ചുള്ള ഒരു സ്പഷ്ടമായ അന്നത്തെ കാലത്തെ എപ്പോഴത്തെയും അദ്വൈതികൾ പറയുന്ന കാഴ്ചപ്പാട് ഇതിനകത്ത് വ്യക്തമാണ്. ശരീരം ശരീരമല്ല ഞാൻ എന്ന് പറയുന്ന ആത്മാവാണെന്ന് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. ആ ഞാൻ എന്ന് പറയുന്ന അത് നമ്മളോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നും ആത്മാവിനില്ല. അത് തന്നെയാണ് പറഞ്ഞത്. നമുക്കും ആരോടുമില്ല. നമുക്ക് മമതയാണ് നമ്മളെ ബന്ധിക്കുന്നത്. എൻ്റേതെന്നുള്ള തോന്നലാണ്. അതുകൊണ്ട് അഹം എവിടെയുണ്ടോ അവിടെ എൻ്റേതുമുണ്ട്, ഇല്ലേ? അഹം എന്ത് സാധനമാണ്. അഹം എൻ്റെ
പേന, എൻ്റെ ബുക്ക്. അല്ലാത്ത ഒരെണ്ണത്തിന് നഷ്ടം വന്നാൽ എൻ്റേതല്ലാത്ത ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ എനിക്ക് പ്രത്യേകിച്ച് അയ്യോ കഷ്ടം പോയല്ലോ വേറൊരാളിൻ്റേത് കേട്ടാൽ നമ്മൾ അത്രയും പറഞ്ഞുകൊണ്ട് നിൽക്കും. ആ മറ്റേ ആളിൻ്റെ തീവ്രത ആ ദുഃഖത്തിനകത്തോ ആ വിഷമത്തിനകത്തോ ഉണ്ടാകുന്നുണ്ടോ? നമുക്ക് ഇല്ല. നമ്മളും കൂടെ വേണമെങ്കിൽ കൂടി തിരിഞ്ഞു കൊടുക്കാനായിട്ട് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുമെന്നല്ലാതെ ആ ദുഃഖം നമ്മളിലേക്ക് അതേപോലെ ആവാഹിക്കുന്നില്ല. അത് വേറൊരാളിൻ്റേത്. അതുകൊണ്ടാണ്. അതാണ് മമ എന്ന് പറയുന്നിടത്തൊക്കെ ഞാനും ഉണ്ട്, ഞാൻ എന്ന് പറയുന്നിടത്തൊക്കെ എൻ്റേതുമുണ്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ അഹം, മമ എൻ്റേത്. ഇനി അടുത്തത് ജീവ ഉവാച കസ്മിൻ ജന്മ്യമി മഹ്യം ജന്മന്യമി ജന്മനി അമി കസ്മിൻ ജന്മന്യമി മഹ്യം ജന്മനി അമി മഹ്യം. കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോണം. വായിക്കാൻ നമുക്ക് ഇത്തിരി പ്രയാസമുണ്ട്. കസ്മിൻ ജന്മനി അമി, അപ്പോൾ ഒന്നിച്ച് ജന്മന്യമി ജന്മന്യമി. കസ്മിൻ ജന്മന്യമി മഹ്യം പിതരോ മാതരോ ഭവൻ കർമ്മഭിർ കോമ ഭ്രാമ്യമാണസ്യ ദേവ തിര്യങ് കോമ നൃ കോമ യോനിഷു ദേവ തിര്യങ് നൃ യോനിഷു. ദേവന്മാർ. തിര്യക്ക് എന്ന് പറഞ്ഞാൽ ലംബമായി നിൽക്കുന്ന പശു, നാൽക്കാലികൾ, മനുഷ്യർ. ദേവിയ നൃ എന്നുള്ളിടത്ത് മനുഷ്യർ. പല യോനികളിൽ ഭ്രാമ്യമാണസ്യ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന മഹ്യം എൻ്റെ കസ്മിൻ ജന്മനി ഏത് ജന്മത്തിൽ അമി ഇവർ പിതാക്കന്മാരും മാതരഹ മാതറുണ്ട്, അത് ബഹുവചനമാണ്, ഒരുപാടുള്ളതാണ്. മാതരഹ മാതാക്കളുമായിട്ട് മാതാക്കൾ അതാ മാതഹ എന്നല്ല മാതര എന്ന് പറയുന്നത്. വന്ദേ മാതരം എന്ന് പറയുന്നില്ലേ. മാതാക്കളുമായിട്ട് ആ ഭവൻ ഭവിച്ചു. ആ കുട്ടി ചോദിക്കുകയാണ്, ഞാൻ ഏത് കർമ്മങ്ങൾ നിമിത്തം ദേവന്മാരിലും തിര്യക്കുകളിലും നാൽക്കാലികളിലും മനുഷ്യരിലും ജനിച്ചു മരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഏത് ജന്മത്തിലാണ് ഇവർ എൻ്റെ മാതാപിതാക്കന്മാരായി ഭവിച്ചത്? നിൻ്റെ മാതാപിതാക്കന്മാരാണ് ഇവരെന്ന് പറഞ്ഞപ്പോൾ ചോദിക്കുക, ഏത് ജന്മത്തിലെ ഏത് മാതാപിതാക്കളാണ്? കസ്മിൻ ജന്മന്യമീ മഹ്യം പിതരോ മാതരോ ഭവൻ കർമ്മഭിർ ഭ്രാമ്യമാണസ്യ ദേവ തിര്യങ് നൃ യോനിഷു ബന്ധുജ്ഞാത്യരിമധ്യസ്ഥം ആക്കിയോ? അല്ല, മധ്യസ്ഥ എന്നേ ഉള്ളൂ കേട്ടോ. മധ്യസ്ഥ മിത്രോദാസീന വിദ്വിഷക. മിത്രം കൂട്ടുകാർ. അതാ മധ്യസ്ഥം എന്നില്ല കേട്ടോ, ഞാൻ എൻ്റെ തെറ്റുകൊണ്ട് വന്നത് അങ്ങനെ. ബന്ധുജ്ഞാത്യാരി മധ്യസ്ഥ മിത്രോദാസീന വിദ്വിഷ സർവയേവ ഹി സർവേഷാം ഭവന്തി ക്രമശോമിതഃ ബന്ധുജ്ഞാത്യാരി മധ്യസ്ഥ കോമ മിത്രോദാസീന വിദ്വിഷ. മധ്യസ്ഥ എന്നാക്കുക, എന്നിട്ട് കോമ ഇടുക. ആ മീയുടെ അവിടെ ഒരു ടിക്ക് കൊടുക്കുക. മിത്ര എന്നാണെന്ന്. എല്ലാവർക്കും സർവ്വയേവ എല്ലാവരും അന്യോന്യം ക്രമശാക്രമത്താൽ ഭവിക്കുന്നു. എൻ്റെ മരണനിമിത്തം പുത്രഭാവത്തെ ഓർത്ത് ഇവരെ ദുഃഖിക്കുന്നുവെങ്കിൽ ശത്രുഭാവത്തെ ഓർത്ത് സന്തോഷിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു. നിത്യമല്ലല്ലോ, ഇതൊക്കെ താൽക്കാലികമാണ്. അതുപോലെ തന്നെ ഭാവവും ഒരു കാലത്ത് ഉണ്ടായിരുന്നിരിക്കാം. എന്നോട് ചിലപ്പോൾ നിങ്ങൾ ശത്രുക്കളായിരുന്നിരിക്കാം ഒരു കാലത്ത് എന്ന് ജീവാത്മാവ് പറയുന്നു. ഇത് ഇപ്പോൾ മിത്രഭാവമായതുകൊണ്ടാണ് നിങ്ങൾക്ക് സങ്കടം വരുന്നത്. ഞാൻ നിങ്ങളുടെ ഒരു മകനായിട്ട് ഇതിനു മുമ്പ് എവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ എൻ്റെ ശത്രുവായിരുന്നിരിക്കാം. അപ്പോൾ വിവാഹാദി നിമിത്തം സംബന്ധം ഉള്ളവർ, ബന്ധുക്കൾ, പിന്നെ അതുപോലെ മരണാനന്തര കർമ്മങ്ങൾക്ക് പിണ്ടാധികാരമുള്ളവർ, ജ്ഞാതികളെ ഉപദ്രവിക്കുന്നവരൊക്കെ ശത്രുക്കൾ, രക്ഷിക്കുന്നവർ മിത്രങ്ങൾ. ഇങ്ങനെയാണല്ലോ. പക്ഷഭേദമില്ലാത്തവർ മധ്യസ്ഥന്മാർ, ഒന്നിലും ഭേദമില്ലാത്ത, ഒന്നിലും ചേരാതിരിക്കുന്നവർ ഉദാസീനന്മാർ. അതുപോലെ തന്നെ ദ്രവ്യാദികളെ അപഹരിക്കുന്നവർ, വിരോധികൾ, ഇങ്ങനെയൊക്കെയുള്ള നിലയിൽ ക്രമത്തിൽ സംബന്ധപ്പെട്ടവരായിരിക്കും. ഒരു ജന്മത്തിൽ മാതൃപിതൃ സംബന്ധമുള്ളവർ തന്നെ മറ്റൊരു ജന്മത്തിൽ ശത്രുക്കളായി വന്നിരിക്കും. ഇങ്ങനെ ജീവാത്മാക്കൾക്കും തമ്മിൽ എല്ലാവിധ ബന്ധങ്ങളും ക്രമത്തിൽ ഓരോ ജന്മങ്ങളിൽ ഭവിക്കുന്നു. അപ്പോൾ എന്താ, ഈ ആളൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയെന്ന് ഓർക്കുന്ന ജന്മം ഉണ്ടായിരുന്നു ഈ രാജാവിനും രാജ്ഞിക്കും. ഈ കുട്ടി മുൻ ജന്മത്തിൽ ആയിരിക്കാം. ഞാൻ ആ ജീവൻ പറയുന്നത് ഇനി മുൻപത്തെ ജന്മത്തിൽ ഞാൻ നിങ്ങളുടെ ശത്രുവായിരുന്നിരിക്കാം, അതറിഞ്ഞുകൂടല്ലോ. ഇപ്പം നിങ്ങൾ എൻ്റെ ഈ ജന്മത്തിലെ മകനായതുകൊണ്ട് നിങ്ങൾക്ക് ദുഃഖമുണ്ടായിരുന്നേ ഉള്ളൂന്ന്.
അപ്പോൾ നമ്മളെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. യഥാവസ്തൂനി പണ്യാനി ഹേമാദീനി തതസ്തതഃ പര്യടന്തി നരേഷ്വേവം ജീവോ യോനിഷു കർത്തൃഷു. യഥാവസ്തൂനി പണ്യാനി ഹേമാദീനി തതസ്തതഃ പര്യടന്തി നരേഷ്വേവം നരേഷു ഏവം ജീവോ യോനിഷു കർത്തൃഷു. പണ്യാനി ക്രയവിക്രയ അർഹങ്ങളിൽ ക്രയവിക്രയാദികളിൽ ഹേമാദീനി വസ്തൂനി സ്വർണ്ണ മുതലായ ദ്രവ്യങ്ങൾ തത ഓരോരുത്തരിൽ നിന്ന് നരേഷു മനുഷ്യരിൽ യഥാപര്യടന്തി ഏത് വിധം സഞ്ചരിക്കുന്നുവോ ഏവം ഇപ്രകാരം ജീവൻ യോനികളിൽ ഇങ്ങനെ പിതൃക്കളിലും കർത്തൃഷു അതിനും കൂടി ജനിച്ചു വരുന്നു. സ്വർണം ചിലപ്പോൾ ഒരാൾക്ക് നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന ധനം എപ്പോഴും അതങ്ങനെ കൂട്ടി വെച്ചുകൊണ്ടിരിക്കുകയോ ഇല്ല, കൊടുത്തുകൊണ്ടിരിക്കും. അത് കൊടുത്തത് ചക്രം പോലെ കറങ്ങി വേറെ ഓരോരുത്തരുടെ കയ്യിൽ ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് പലരിൽ ആയിട്ട് അത് വ്യാപരിക്കപ്പെടുന്നു. ഒരു കൂട്ടി വെച്ചിരുന്ന 500 രൂപ നമ്മളെടുത്തത് ഒരു കാര്യത്തിനായിരിക്കണമെന്നില്ല കൊടുക്കുന്നത്, പല കാര്യത്തിന് കൊടുക്കും. ആ പല കാര്യത്തിന് കൊടുക്കുന്ന ആ ഓരോരുത്തർക്ക് കൊടുക്കുന്ന ആ തുക അവർ വേറെ പിന്നെയും വിന്യസിക്കും. ഇല്ലേ, അങ്ങനെയല്ലേ പോകുന്നത്? അതുപോലെയുള്ളൂ ഈ ജന്മം എന്ന് പറയുന്നു. നിത്യസ്യ അർത്ഥസ്യ സംബന്ധോ ഹ്യനിത്യോ ദൃശ്യത്തെ നൃഷു യാവദ്യസ്യ ഹി സംബന്ധോ മമത്വം താവദേവ ഹി. നിത്യസ്യ അർത്ഥസ്യ സംബന്ധോ ഹ്യനിത്യോ ദൃശ്യത്തെ നൃഷു യാവത് യസ്യ ഹി സംബന്ധോ മമത്വം താവദേവ ഹി. നിത്യസ്യ നിത്യമായിട്ട് എന്ന് വെച്ചാൽ നശിക്കാതെ ഇരിക്കുന്ന അർത്ഥസ്യ വസ്തുവിൻ്റെ ആ ചേർച്ച നൃഷു മനുഷ്യരിൽ നിത്യമല്ലാത്തതായിട്ട് കാണപ്പെടുന്നു. ദൃശ്യതയെ കാണുന്നു. യാതൊരുവന് യാവത് സംബന്ധം എത്ര കാലം സംബന്ധമുണ്ടോ അതുമായിട്ട് ചേർച്ചയുണ്ടോ താപത ഏവഹി അത്രത്തോളം തന്നെ അല്ലേ എൻ്റേതെന്നുള്ള ഭാവമുള്ളൂ. നമുക്ക് എത്ര നാളതിനോട് ചേർച്ചയുണ്ടോ അത്രയും നാളെ നമുക്കത് എൻ്റേതെന്നുള്ള ഉള്ളൂ. നമുക്ക് ഒരു ഉദാഹരണത്തിന് പറയാം. നമുക്ക് ഒരു സ്വർണ്ണ മോതിരമുണ്ട്. അത് നമ്മൾ ഒരാവശ്യത്തിന് നമുക്ക് വളരെ പ്രിയപ്പെട്ടത് വളരെയധികം ഇതായിട്ട് കിട്ടിയിരിക്കുന്ന നമ്മൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിരിക്കാം. അത് നമുക്കൊരാവശ്യം വളരെ അത്യാവശ്യം വന്നപ്പം നമുക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് കൊടുക്കേണ്ടി വന്നു. അയാളിൽ നിന്ന് പൈസയും വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ കർത്തൃത്വം ആരുടെയിലായി? അത് മറ്റേയാളുടേതായി. അപ്പോൾ ആ സമയം വരെ നമ്മളുടേതെന്ന് ചിന്തിച്ചിരുന്ന സാധനം നഷ്ടപ്പെടുകയാണെങ്കിൽ, എന്നുവെച്ചാൽ പൈസ കിട്ടാതെ വെറുതെ നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാകും. പക്ഷേ ഇത് അപ്പുറത്ത് വേറൊരാളിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അത് നമ്മുടേതല്ലാതായില്ലേ. അപ്പോൾ നമുക്ക് പൈസ കിട്ടിയതുകൊണ്ട് നമ്മുടെ കാര്യം നടക്കണമെന്നേ നമുക്കുള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് പൈസ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കതിന് പ്രയാസമില്ല. അതിന് മുമ്പായിരുന്നെങ്കിൽ നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ ആർക്കും വേണ്ടാതെ വെറുതെ പോയിരുന്നെങ്കിൽ നമുക്ക് സങ്കടമായിനെ. പക്ഷേ ആ ആളിൻ്റെ കിട്ടിയ സാധനം അയാൾ അങ്ങോട്ട് പോകുന്ന വഴി മധ്യേ വേറൊരാളോടത് തട്ടിപ്പറിച്ചു കൊണ്ട് പോയി എന്നിരിക്കട്ടെ, നമുക്ക് വല്ല വിഷമം ഉണ്ടാകുമോ? ഒരു വിഷമം ഉണ്ടാകുകയില്ല. ആ ആളിൻ്റെ കയ്യിൽ നിന്ന് ആ മോതിരം ഇത്രനാൾ നമുക്ക് പ്രിയപ്പെട്ടതായിരുന്നു, അത് നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റി നമ്മളതിൻ്റെ പൈസ വാങ്ങിച്ച് അതിൻ്റെ ഉടമസ്ഥാവകാശം മറ്റവരുടെ ആയിക്കഴിഞ്ഞപ്പോൾ ആ സാധനം തന്നെ നഷ്ടപ്പെടുമ്പോൾ അതിന് നമുക്ക് വിഷമമില്ല. ഇപ്പോൾ സാധനത്തിനോടായിരുന്നോ നമുക്ക് സ്നേഹം, അതോ എൻ്റേത് എന്നുള്ളതിനോടായിരുന്നോ സ്നേഹം? എൻ്റേത് ആയതുകൊണ്ടാണ് എനിക്കതിനോട് സ്നേഹം വന്നത്, അല്ലാതെ ആ സാധനത്തിനോടല്ല നമുക്ക് സ്നേഹം ഉണ്ടായത്. ശരിയല്ലേ? ഇങ്ങനെ വായിക്കുമ്പം ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തില്ല. വായിച്ച് പോകുമ്പോഴേ ഏഷ നിത്യോവ്യയ സൂക്ഷ്മ ഏഷ സർവ ആശ്രയ സ്വദൃക് ആത്മമായ ഗുണൈർ വിശ്വം പിന്നെ മാ പെട്ടിട്ട് ആത്മാനം സൃജതേ പ്രഭുഹോ. ഏഷ നിത്യോവ്യയ സൂക്ഷ്മ അവിടെ 8 അക്ഷരം. ഏഷ സർവ ആശ്രയ സ്വദൃക് ആത്മമായ ഗുണൈർ വിശ്വം പിന്നെ മാ വെട്ടിയിട്ട് ആത്മാനം സൃജതേ പ്രഭുഹോ. ഏഷ ഇവൻ അല്ലേ, ഏഷ എന്ന് പറഞ്ഞാൽ ഇവനാ പല പ്രാവശ്യം അവൾ എന്ന് പറയുന്നു അല്ലേ. ഏഷ ഇവൻ നിത്യഹ എന്നുമുള്ളവൻ അവ്യയ എന്നും ഒരു മാറ്റവുമില്ലാത്തവൻ സൂക്ഷ്മ സ്വരൂപനാണ്, രൂപമൊന്നുമില്ല. സർവ ആശ്രയ എല്ലാറ്റിനും ആശ്രയഭൂതനാണ്. സ്വദൃക് എന്ന് വെച്ചാൽ സ്വന്തം അറിയാവുന്നവൻ, സ്വന്തമായിട്ട് താൻ ആരാണെന്ന് അറിയാവുന്നവൻ. പ്രഭുവാണ്, സമർത്ഥനാണ്. ആത്മമായാഗുണം ആ മായാഗുണങ്ങളാൽ ആത്മാവിനെ ലോകമായിട്ട്
സൃഷ്ടിക്കുന്നു. തൻ്റെ ആത്മാവിനെ ഈ ഭഗവാൻ ലോകമായിട്ട് സൃഷ്ടിക്കുന്നു. ഭഗവാൻ സ്വപ്രകാശ ചൈതന്യ സ്വരൂപനാണെന്നാണ് പറയുന്നത്. മായാഗുണങ്ങൾ നിമിത്തം തൻ്റെ ആത്മാവിനെ തന്നെ വിശ്വത്തിന് വേണ്ടിയിട്ട് പല രീതിയിൽ സൃഷ്ടിക്കുന്നു. ന ഹ്യസ്യാദിപ്രിയ കശ്ചിത് നാ പ്രിയ സ്വപരോപിവ ഏക സർവധിയാം ദ്രഷ്ട കർത്തॄണാം എന്നിട്ടുണ്ട്. കർത്തॄണാം ഗുണദോഷയോഹോ ന ഹ്യസ്യാദിപ്രിയ കശ്ചിത്. പിന്നെ നാ പ്രിയ സ്വപരോപിവ എന്ന് പറയണം. അത്രയേ ഉള്ളൂ. ഏക സർവധിയാം ദ്രഷ്ട കർത്തॄണാം ഗുണദോഷയോ അസ്യ ഇവന് അതിപ്രിയ വളരെ പ്രിയമുള്ളവൻ കശ്ചിത് ന ഹി ഒരുവനുമില്ല. പ്രിയമില്ലാത്തവനായിട്ടും ആരുമില്ല. കശ്ചിത് ന ഒരുവനില്ല. തൻ്റെ സംബന്ധിയായിട്ടോ അന്യൻ്റെ ശത്രുവായിട്ടോ ഇല്ല. കർത്താക്കളായിട്ടിരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നവനായിട്ടിരിക്കുന്ന സർവബുദ്ധിവൃത്തികളെയും സർവബുദ്ധികളെയും ദോഷങ്ങളുടെയും മാറി നിന്ന് ഒരു ദ്രഷ്ടാവായിട്ട് സാക്ഷിയായിരിക്കുന്നു. അവൻ ഏകനുമാകുന്നു. എല്ലാവരും പറയുന്നത് ഏകനാണ്. പല ഭാവത്തിൽ നമ്മൾ വിചാരിക്കുന്നതുകൊണ്ട് നമുക്ക് പല ഭാവത്തിൽ കാണുന്നു എന്ന് മാത്രം. ഭഗവാന് വളരെ പ്രിയനായിട്ടും ഒട്ടും പ്രിയനല്ലാതായി ഭഗവാൻ എല്ലാവരോടും ഒരുപോലെയാണ് സ്നേഹം. ഭഗവാന് ഒരു വ്യത്യാസവുമില്ല. നമ്മളുടെ അനുഭവം വരുന്നത് നമ്മളുടെ കർമ്മഫലം കൊണ്ടാണ്, അല്ലാതെ ഭഗവാന്റെ കുഴപ്പം കൊണ്ടല്ല നമുക്ക് ദോഷം വരുന്നത്. അതുകൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ നമ്മളുടെ ദോഷങ്ങൾ മാറും എന്ന് ആരും വിചാരിക്കേണ്ട. ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ ഭഗവാൻ അനുഗ്രഹിക്കും. ഭഗവാനെ എങ്ങനെയാണ് പ്രീതിപ്പെടുത്തുന്നത്? ഭഗവാൻ ഒന്നിലോടും ഒട്ടലില്ലാത്ത ആളാണെന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം എന്തായിരിക്കാം? ഇത്രയായിരിക്കാം. എന്താ? നമ്മളുടെ മനസ്സിൻ്റെ ശക്തി, അത് നമുക്ക് ഭഗവാനോടുള്ള അടുപ്പം കൊണ്ട് നമ്മൾ ഒരു ഉത്തമ സുഹൃത്തിനെ വിശ്വസിക്കുന്ന പോലെ, നമ്മുടെ ഒരു സ്നേഹിതനെ പോലെ, നമ്മുടെ എല്ലാമെല്ലാമായിട്ട് കരുതുന്ന ഭഗവാൻ നമ്മളെ എവിടെയെങ്കിലും വെച്ച് നമ്മളെ കൈപിടിച്ച് കയറ്റിക്കോളും, കൈപിടിച്ചുകൊണ്ട് കുഴിയിൽ വീഴാതെ രക്ഷിച്ചോളും എന്നുള്ള ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാക്കാനാണ് ഈ കാര്യം. ഭഗവാൻ നിരപേക്ഷനാണ്. എല്ലാത്തിനും സാക്ഷിയായിട്ട് നിൽക്കുന്നേ ഉള്ളൂ, ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ കർമ്മമാണ് നമ്മൾക്ക് ഫലം തരുന്നത്. ഏത് രീതിയിലാണെങ്കിലും, മുൻജന്മങ്ങളിലാണെങ്കിലും ഈ ജന്മത്തിലാണെങ്കിലും ഫലം എപ്പോഴാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഈ ജന്മത്തിൽ തന്നെ തീർക്കാൻ പറ്റും. ചിലപ്പം മുൻജന്മങ്ങളിൽ ആർജിച്ചു കൊണ്ട് സഞ്ചിത കർമ്മങ്ങളുടെ അനുഭവവും ഫലങ്ങളും ഈ ജന്മത്തിൽ അനുഭവിക്കണം. ഇത് അനുഭവിക്കണം നീ എന്നുണ്ടെങ്കിൽ അനുഭവിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ നമുക്ക് ഭഗവാനെ ആശ്രയിക്കാം. അതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഈ ദുഃഖം നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അനുഭവിച്ചല്ലേ മതി. അല്ല ആർക്കും ദുഃഖം, ഈ ഭക്തന്മാർക്കൊന്നും ഒരിക്കലും ദുഃഖം ഉണ്ടാകാൻ പാടില്ലല്ലോ, അല്ലേ? രോഗാദി ദുഃഖങ്ങളൊക്കെ വന്നിരിക്കുന്ന അസത്യമായിട്ടുള്ള ഭക്തന്മാരെ നമുക്കറിയാം. അവരൊക്കെ ഒരുപാട് വേദനകൾ സഹിച്ചത്, ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയത് ഭക്തന്മാരല്ലാഞ്ഞിട്ടാണോ? അല്ല, അവരുടെ ആ ജന്മത്തിൽ അത് അനുഭവിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത് വന്നു എന്ന് കരുതുക. പക്ഷേ ഭഗവാൻ നമ്മളെ രക്ഷിക്കുമെന്ന് തന്നെ വിശ്വസിക്കുക. അത് വിശ്വാസമാണ്. വിശ്വാസം എപ്പോഴും അന്ധമാണ്. ഞാനതെപ്പോഴും പറയും, എല്ലാവരോടും പറയുന്ന വിശ്വാസം എന്നുള്ള വാക്ക് തന്നെ അത് വസ്തുത എന്ന് പറയുന്നില്ലല്ലോ. വിശ്വാസം അത് നമ്മൾ തമ്മിലുള്ള എഗ്രിമെൻ്റാണ് അത് വിശ്വാസം എന്ന് പറയുന്നത്, അല്ലാതെ ഒരു സ്ഥായിയായ നിയമമല്ല. ന ദത്ത ആത്മാഹി ഗുണം ന ദോഷം ന ക്രിയാഫലം ഉദാസീന പദാസീനഃ പരാവരദൃക് ഈശ്വരഃ. ദൃക് ഈശ്വരഃ എന്നാണ്, ദൃഗ് ഈശ്വര എന്ന് വന്നത്. ഉദാസീനവത് ആസീന എന്നാണ് ആ വാക്ക്. ഉദാസീനവത് ആസീന. പരാവരദൃക് ഈശ്വരഃ. ആത്മാവ് ഗുണത്തെയും ദോഷത്തെയും ക്രിയാഫലത്തെയും ആദാനം ചെയ്യുന്നില്ല. ഉദാസീനനെ പോലെ ആസീന ഇരിക്കുന്നവനും, പരാവരദൃക് കാരണത്തെയും കാര്യത്തെയും കാണുന്നവനും സ്വതന്ത്രനുമാകുന്നു. ശ്രീ ബാദരായണി രുവാച. ബാദരായണി വ്യാസൻ.
ഇത്യുദീര്യ ഗതോ ജീവോ ജ്ഞാതയസ്തസ്യ തേ തഥാ വിസ്മിത മുമുജുശോകം ചിത്വാ ന സ്നേഹശൃംഖലാം. ഇത്യുദീര്യ ഗതോ ജീവോ ജ്ഞാതയസ്തസ്യ തേ തഥാ വിസ്മിത മുമുജുശോകം, അവിടെ നിർത്തുക, ചിത്വാത്മ സ്നേഹശൃംഖലാം. ഇങ്ങനെ പറഞ്ഞിട്ട് ജീവൻ എപ്പോൾ മറഞ്ഞുവോ അത് മറഞ്ഞുപോയി. അപ്പോൾ തസ്യ അവൻ്റെ ജ്ഞാതികളായ അവർ വിസ്മിത ആശ്ചര്യയുക്തരായിട്ട് ആത്മസ്നേഹമാകുന്ന ചങ്ങലയെ മുറിച്ചിട്ട് ശോകം ദുഃഖത്തെ മോചിപ്പിച്ചു, ദുഃഖം വിട്ടുകളഞ്ഞു. അങ്ങനെ ദുഃഖമില്ല എന്ന് ഉള്ളൊരവസ്ഥ വന്നു എന്ന് ബാദരായണി പറയുന്നത്. അതായത് ബാദരായണി വ്യാസനല്ലല്ലോ, ബാദരായണി വ്യാസൻ്റെ പുത്രൻ അല്ലേ, വ്യാസൻ്റെ പുത്രൻ. രാമൻ എന്നെ രാവണി എന്ന് പറയത്തില്ലേ, രാവണൻ്റെ പുത്രനെ പറയുന്നുണ്ട്. അതുപോലെ ബാദരായണി എന്ന് വെച്ചാൽ ബാദരായണൻ്റെ പുത്രൻ. ശ്രീശുക ഉവാച സജീവൻ ദാശരഥി എന്ന് പറയുന്നുണ്ടല്ലോ, ദശരഥൻ്റെ പുത്രനെ ശ്രീരാമനായിട്ട് പറയുന്നത്. ശ്രീശുക ഉവാച, ശുക ഉവാച, നീ ബാദരായണി ഉവാച എന്നുള്ളിടത്ത് ഓർത്തോണം കേട്ടോ. ശുകനാന്നേ പറയുന്നത്. പറഞ്ഞു കൊടുക്കുക, അത് തിരുത്തി എഴുതി ഒന്നും വെക്കണ്ട, ബാദരായണി എന്ന് തന്നെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ തന്നെ വായിച്ചാൽ മതി. നിർഹൃത്യ ജ്ഞാതയോ ജ്ഞാതേർ ദേഹം കൃത്വോചിത ക്രിയ തത്യജുർദുസ്ത്യജം സ്നേഹം ശോക മോഹ ഭയാർത്തിതം. ജ്ഞാതികളായിട്ടുള്ളവർ, ചിത്രകേതു മുതലായ ജ്ഞാതികളായിട്ടുള്ള അറിവുള്ളവർ ജ്ഞാതിയുടെ ദേഹത്തെ നിർഹൃത്യ ദഹിപ്പിച്ചിട്ട് ഉചിതമായ ക്രിയകളെ കൃത്വ ചെയ്തിട്ട് ശോക മോഹങ്ങളെല്ലാം ഭയം ആർത്തി എന്നിവയൊക്കെ ജനിപ്പിക്കുന്ന ദുസ്ത്യജം ഉപേക്ഷിപ്പാൻ ഉള്ളതുമായിട്ടുള്ള ആ സ്നേഹത്തെ ഉപേക്ഷിച്ചു എന്നുള്ള വാക്ക്. ജ്ഞാതിയായ പുത്രൻ്റെ ശരീരം സംസ്കരിച്ചു, പിന്നെ പിണ്ടദാനം മുതലായ സമുചിത കർമ്മങ്ങളൊക്കെ ചെയ്ത ശരീരത്തിന് വേണ്ട കർമ്മങ്ങൾ, മൃതശരീരത്തിന് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്ത് പിണ്ടോദാനമൊക്കെ ചെയ്ത് ശോകമോഹാദികളൊക്കെ കളഞ്ഞ് ഉപേക്ഷിക്കാൻ പ്രയാസമേറിയതുമായ ആ സ്നേഹത്തെ, ആ പുത്രനോടുള്ള ആ മമതയെ ഉപേക്ഷിച്ചു. ബാലഗ്നിയോ വ്രീഡിദാസ്തത്ര ബാലഹത്യാഹതപ്രഭാഹ ബാലഹത്യാവ്രതം ചേരുർ ബ്രാഹ്മണൈർ നിരൂപിതം യമുനായ മഹാരാജ സ്മരന്ത്യോ ദ്വിജഭാഷിതം. ഒന്നുകൂടെ, ബാലഗ്നിയോ വ്രീഡിദാസ്തത്ര ബാലഹത്യാഹതപ്രഭ ബാലഹത്യാവ്രതം ചേരുർ ബ്രാഹ്മണൈർ നിരൂപിതം യമുനായ മഹാരാജ സ്മരന്ത്യോ ദ്വിജഭാഷിതം. അല്ലയോ ഹേ രാജാവേ, ബാലഹത്യാഹതപ്രഭോ, ബാലവധത്താൽ നശിച്ചിരിക്കുന്ന ആ പ്രഭയോടുകൂടിയവരും. കാരണം ബാലഹത്യ ഒരു വലിയ തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത്. ലജ്ജായുക്തകളുമായ ആ ബാലനെ ഹനിച്ച സ്ത്രീകൾ, ആ മറ്റ് സപത്നിമാർ, രാജാവിൻ്റെ ചിത്രകേതു രാജാവിൻ്റെ മറ്റുള്ള പത്നിമാർ ബ്രാഹ്മണരാൽ നിശ്ചയിക്കപ്പെട്ട ബാലഹത്യാവ്രതം, ബാലവധ ദോഷം തീരുവാനുള്ള വ്രതത്തെ ദ്വിജഭാഷിതം, ബ്രാഹ്മണവാക്യത്തെ ഓർക്കുന്നവരായിട്ട് യമുനയിൽ ആ യമുന നദിയുടെ തീരത്ത് ആചരിച്ചു. സയുദ്ധം പ്രതിബുദ്ധാത്മാ ചിത്രകേതുർദ്വിജോക്തിഭിः ഗൃഹാന്ധകൂപാത് എന്നാക്കിക്കോ, ഗൃഹാന്ധകൂപാത് നിഷ്ക്രാന്ത. സരപ്പങ്കാദിവദ്വിപ, സരപ്പങ്ക എന്ന് വായിക്കണമേ. കഴിഞ്ഞ രണ്ട് കുത്തവിടെ ഇട്ടിരിക്കുന്ന ഇത് ഉള്ളത് കൊണ്ട്, വിസർഗം ഉള്ളത് കൊണ്ട് അടുത്ത അക്ഷരം ഇരട്ടിച്ച് ഉച്ചരിക്കണം. സരപ്പങ്കാദ ഇവ ദ്വിപഹ. അങ്കിരസ് മഹർഷി നാരദൻ മുതലായ ബ്രാഹ്മണരുടെ ഉപദേശം കൊണ്ട് ജീവൻ്റെ പരമാർത്ഥ തത്വം വളരെ ശ്രദ്ധയോടെ കേട്ട് ഗ്രഹിച്ച ചിത്രകേതു ജലമില്ലാത്ത കിണറ് എന്ന പോലെ ദുഃഖാസ്പദമായിരിക്കുന്ന ആ ഗൃഹാഭിലാഷത്തിൽ നിന്ന്, ഗൃഹം വീട് രാജകൊട്ടാരം എന്നുള്ള അതിൽ നിന്ന് ആ തടാകത്തിലെ ചേറിൽ നിന്ന് ആനയെപ്പോലെ പുറത്തേക്ക് വന്നു. എന്നുവെച്ചാൽ തടാകത്ത് ചേറിൽ ഇങ്ങനെ കിടന്നിരുന്ന ആന അതിൽ നിന്ന് മാറി വന്നപ്പോൾ അത് നല്ല വൃത്തിയായി ഇല്ലേ, ചേറിനകത്ത് പറഞ്ഞപ്പോൾ വൃത്തികേടായിട്ട് കിടക്കുകയായിരുന്നു. അതാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആ മാലിന്യങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരായാൽ മോക്ഷം, അതാണ്. അപ്പം എൻ്റെയും ഞാനും ഒക്കെ അങ്ങ് വിട്ടപ്പോൾ, ദുഃഖമൊക്കെ അങ്ങ് വിട്ടപ്പോൾ
ഗൃഹാശ്രമം ദുഃഖാസ്പദമായെന്ന് അറിഞ്ഞതിനാൽ വളരെ ശരിയായ കാര്യം, വളരെ ശരിയായി വീണ്ടും വീണ്ടും നമ്മൾ അതിനകത്തോട്ട് വീണ് പോവുകയാണ്. ദുഃഖം മാത്രമേ ഉള്ളൂ ഇവിടെ, സുഖമേ ഇല്ല. എങ്കിലും അതിൽ ഇങ്ങനെ കാലചക്രം തിരിയുന്നതനുസരിച്ച് നമ്മൾ പ്രായമായ നമ്മുടെ കുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്ന, അവർക്ക് കുട്ടികളുണ്ടാകുന്ന അവരും വിവാഹം കഴിക്കുന്ന ഈ ദുഃഖത്തിൽ ഇങ്ങനെ കിടന്ന് ഈ അടുത്ത തലമുറകളോളം ഇങ്ങനെ ഇത് തന്നെ ചെയ്യുക. എന്താ കാരണം? നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിരിക്കുന്നതൊക്കെ തീർക്കണ്ടേ? ഈ സഞ്ചിതമായിട്ട് കൊണ്ടുവന്നതൊക്കെ അതാ മനുഷ്യ ജന്മത്തിലുള്ള ഒരു പ്രത്യേകത. ഇതൊങ്ങനെ വന്ന മനുഷ്യജന്മം വളരെ ശ്രേഷ്ഠമായ ജന്മം, അതൊരു കളിയായിട്ട് കാണേണ്ടതില്ല. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് വേണമെങ്കിൽ മോക്ഷം ലഭിക്കാം. അപ്പോൾ അത് വേണമെങ്കിൽ ലഭിക്കാം എന്നുള്ളൊരു വസ്തുത ഇവിടെ ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റി ആരും വിചാരിച്ച് അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശ്രമിക്കുന്നവർക്ക് മോക്ഷം ഉറപ്പ്. കാരണം നമുക്കൊക്കെ മോക്ഷം കിട്ടുമല്ലോ, നമ്മൾ ഭാഗവതം വായിക്കുന്നവരല്ലേ. അത് അല്ലാത്തവർക്ക് കിട്ടുകയില്ല, അത്രയേ ഉള്ളൂ. കൃത്യമായിട്ട് നമ്മൾ ഭാഗവതം പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, കൃത്യമായിട്ട് വായിച്ചത് തിരിച്ച് വായിച്ചിടുന്നുണ്ട്. അത് നോക്കുന്ന ആൾ നോക്കുന്നുണ്ട്. പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും കേൾപ്പിക്കുന്നവർക്കും ഒക്കെ ഇതാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്, മോക്ഷം ലഭിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മളുമൊക്കെ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. എന്താ? മോക്ഷം. അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ നമുക്കങ്ങനെ തീവ്രമായിട്ട് മോക്ഷം എന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എന്തോ ഒരു സുഖമുണ്ട്. അതാണ് മോക്ഷം ശരിക്കും സത്യത്തിൽ. ഈ ഗൃഹാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ചെറിയൊരു സുഖം അനുഭവിക്കാൻ കുറച്ച് നേരം എല്ലാത്തിൽ നിന്നും വിട്ട് നമ്മളിത് മാത്രം കേന്ദ്രീകരിച്ച് 1 മണിക്കൂർ നമുക്ക് ചിലവഴിക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ തപസ്സാണ്. അതാണ് തപസ്സെന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അതിനുവേണ്ടി മാത്രം നമ്മൾ വേറെ ഒന്നിനും വേണ്ടി ചെയ്യാതെ 1 മണിക്കൂർ ഇതിനു വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അത് തപസ്സാണ്. എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ 4 ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട്. 4 ദിവസത്തെ തപസ്സ്, 1 മണിക്കൂറത്തെ തപസ്സ് നമ്മൾ ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പം നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞ് ഞങ്ങൾ തപസ്സ് ചെയ്യുന്നവരാ. എന്തിനാ? ഭഗവാനെ കിട്ടാൻ നമ്മൾ ഓരോ മണിക്കൂർ തപസ്സ് ചെയ്യുന്നുണ്ട്. ഉറപ്പിച്ചോളൂ, മനസ്സിൽ തീർച്ചയായിട്ടും അതിന് പ്രയോജനം കിട്ടും. കാരണം നമ്മുടെ ഒരു ആത്മവിശ്വാസത്തിനാണ് നമ്മൾ തപസ്സ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകാൻ. ഇതാണ് ഏറ്റവും വലിയ തപസ്സ്. സയുദ്ധം പ്രതിബുദ്ധാത്മാ ചിത്രകേതുർദ്വിജോക്തിഭിः ഗൃഹാന്തഗോപാദ നിഷ്ക്രാന്തഃ സരപ്പങ്കാദിവദ്വിപഃ കാളിന്ദ്യാമിധിപ സ്നാത്വാ കൃതപുണ്യജലക്രിയഃ മൗനേന സംയത പ്രാണോ ബ്രഹ്മപുത്രൗ അവന്തത. കാളിന്തിയിൽ, അതായത് യമുനാതീരം എന്ന് പറഞ്ഞു. കാളിന്തി യമുനയുടെ പര്യായ പദമാണ്. വിധിപ്രകാരം വ്രതമൊക്കെ അനുഷ്ഠിച്ച് സ്നാനം ചെയ്തിട്ട് തർപ്പണാദി കർമ്മങ്ങളൊക്കെ പുണ്യകർമ്മത്തോട് കൂടിയവരായിട്ട് മൗനത്തോടു കൂടി സംയത പ്രാണനെ അടക്കിയിട്ട് ബ്രഹ്മപുത്രന്മാരായ 2 പേരെയും വന്ദിച്ചു. ചിത്രകേതു കാളിന്തിയിൽ ഇതൊക്കെ ചെയ്തു, കർമ്മങ്ങളൊക്കെ ചെയ്ത് ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായ നാരദരെയും അങ്കിരസിനെയും നമസ്കരിച്ചു. അത തസ്മൈ പ്രപന്നായ ഭക്തായ പ്രേതാത്മനെ ഭഗവാൻ നാരദ പ്രീതോ വിദ്യാമേധാമുവാച. പിന്നീട് അനന്തരം എന്നുള്ള അർത്ഥം എടുക്കുക, വാക്ക് അർത്ഥം പറയാ. പിന്നീട് അനന്തരം ഭഗവാൻ ജ്ഞാനാദി ഗുണങ്ങൾ തികഞ്ഞിരിക്കുന്ന ഭഗവാൻ എന്ന് പറഞ്ഞാൽ നാരദൻ സന്തുഷ്ടനായിട്ട് ശരണം പ്രാപിച്ചവനും അന്ധകരണത്തെ വശീകരിച്ചിരിക്കുന്നവനും ഭക്തായ ഗുരുവിൽ നിന്ന് പരമപ്രീതി ബഹുമാനം ഉള്ളവനായും അവനായിക്കൊണ്ട് ഈ വിദ്യയെ ഉവാചഹ പറഞ്ഞു. വളരെ ആശ്ചര്യം. ദേഹേന്ദ്രിയ അന്ധകരണത്തിനെയൊക്കെ വശീകരിച്ചവനായ ശരണാഗതനും വളരെ ഗുരുവിനോട് ഭക്തിയുള്ളവനുമായ ചിത്രകേതുവിൻ്റെ നേരെ വളരെ സന്തുഷ്ടനായിട്ട് ജ്ഞാനാദി ഷഡ്ഗുണ പരിപൂർണനുമായ ശ്രീനാരദൻ ഒരു വിദ്യ പറഞ്ഞു കൊടുത്തു. ചിത്രകേതുവിന് ഈ വിദ്യ ഉപദേശിച്ചു. കോടി ഭാര്യാസഹിതനായിരുന്ന ചിത്രകേതുവിന് ഇപ്രകാരം വിഷയവൈരാഗ്യം ജനിച്ചത് വളരെ ആശ്ചര്യമാണ്. കഥ പറയുകയല്ലേ. അപ്പം ചിത്രകേതുവിന് ഈ ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു. ശ്രീനാരദൻ പറഞ്ഞു കൊടുത്തു ചിത്രകേതുവിന്. ഓം നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ സംഘർഷനായ ച. അത് അങ്ങനെ വായിച്ചാൽ മതി. ആ മന്ത്രമാണ്, അതിൻ്റെ അർത്ഥമൊന്നും നമ്മൾ നോക്കണ്ട. ഇനി കുറേ കൂടിയുണ്ട്. നമോ വിജ്ഞാനമാത്രായ പരമാനന്ദമൂർത്തയെ ആത്മാരാമായ ശാന്തായ നിവൃത്തദ്വൈതദൃഷ്ടയെ. അവിടെ ഒന്നും തിരുത്താനില്ലേ, വായിച്ചു പോയാൽ മതി. ആത്മാനന്ദാനുഭൂത്യൈവ ന്യസ്ത ശക്തി ഓർമ്മയേ നമഃ. ന്യസ്ത കോമ ഇടുക,
ശക്തി ഊർമയേ നമഃ. ശക്തി ഊർമയേ. ന്യസ്തശക്തി ഊർമയേ നമഃ. ഋഷികേശായ മഹതേ നമസ്തേ വിശ്വമൂർത്തയേ. വജസ്യുപരതേ പ്രാപ്യ. വജസി ഉപരതേ പ്രാപ്യ യ ഏകോ മനസാ സഹ അനാമരൂപശ്ചിന്മാത്രഃ സോവ്യാന്ന സദസത്പരഃ. ഒന്നുകൂടെ. വജസി ഉപരതേ പ്രാപ്യ. വജസ്യുപരതേ പ്രാപ്യ. ഒന്നിച്ച് വായിച്ചാൽ മതി, അവിടെ നിർത്തുക. യ ഏകോ മനസാ സഹ അനാമരൂപശ്ചിന്മാത്രഃ സോവ്യാന്ന സദസത്പരഃ. യസ്മിന്നിദം യതശ്ചേദം തിഷ്ഠത്യാപ്യേതി ജായതേ മൃണ്മയേ ശിവ മൃജ്ജാതിഹി നാക്കുക കേട്ടോ. എന്നിട്ട് അസ് വെട്ടിക്കളഞ്ഞാൽ മതി. തസ്മൈ തേ ബ്രഹ്മണേ നമഃ. ഒന്നുകൂടെ. ഇത് മന്ത്രമായതുകൊണ്ട് അതിൻ്റെ അർത്ഥമൊന്നും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, നിങ്ങൾക്കത് മനസ്സിൽ നിൽക്കുകയില്ല. യസ്മിൻ നിങ്ങൾക്കെന്നല്ല എനിക്ക് നിൽക്കുകയില്ല. കാരണം അർത്ഥങ്ങളൊക്കെ മന്ത്രങ്ങളുടെ അർത്ഥമൊക്കെ നമ്മൾ ഗ്രഹിച്ചൊന്നുമല്ല നമ്മൾ പറയുന്നത്, വായിച്ച് വിട്ടാൽ മതി. യസ്മിന്നിദം യതശ്ചേദം തിഷ്ഠതി അപ്യേതി ജായതേ മൃണ്മയേഷ്വ മൃജ്ജാതി തസ്മൈ തേ ബ്രഹ്മണേ നമഃ. എന്ന സ്പൃശന്തി ന വിദുർ. അവിടെ നിർത്തണം. മനോബുദ്ധി ഇന്ദ്രിയാസവഃ അന്തർബഹിശ്ച വിതതം വ്യോമവത് തത് നതോസ്മി അഹം. എന്ന സ്പൃശന്തി എന്ന സ്പൃശന്തി ന വിദുർ. അവിടെ നിർത്തണേ. മനോബുദ്ധീന്ദ്രിയാസവഃ അന്തർബഹിശ്ച വിതതം വ്യോമവത് തന്നതോസ്മ്യഹം. ദേഹേന്ദ്രിയപ്രാണമനോധിയോ മേ യദംശവിദ്ധാ പ്രചരന്തി കർമ്മസു നൈവാന്യദാ ലോഹമിവാപ്രതപ്തം സ്ഥാനേഷു തദ്ദ്രഷ്ടപദേശമേതേ. എന്നോടെ. ദേഹേന്ദ്രിയ പ്രാണ മനോധിയോമീ നീട്ടുണ്ട്. യദംശവിദ്ധ പ്രചരന്തി കർമ്മസു നൈവാന്യത എന്നാ കേട്ടോ. നൈവാന്യത ലോഹം ഇവാപ്രതപ്തം സ്ഥാനേഷു തദ് ദ്രഷ്ടപദേശമേതി. അപ്രതപ്തം ലോഹമിവ അപ്രതപ്തം. എല്ലാ വാക്കും കിട്ടിയല്ലോ. ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാനുഭാവായ മഹാവിഭൂതിപതയേ സകല സാത്വത പരിവൃഢ നികര കര കമല കുട്മളോപലാളിത ചരണാരവിന്ദയുഗള പരമേഷ്ഠിൻ നമസ്തേ. ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാനുഭാവായ മഹാവിഭൂതിപതയേ സകല സാത്വത പരിവൃഢ നികര കര കമല കുട്മലോപലാളിത ചരണാരവിന്ദയുഗള പരമേഷ്ഠിൻ നമസ്തേ. അതുകൊണ്ട് തീർന്നു. അത്രയും ശ്ലോകങ്ങളേ ഉള്ളൂ. ഏതാ മന്ത്രമായിട്ട് സ്തുതിയായിട്ട് ഉപദേശിച്ചു കൊടുത്തത്. ശ്രീശുക ഉവാച ഭക്തായ ഇതാം പ്രപന്നായ വിദ്യാമാദിശ്യ നാരദ യയാവങ്കിരസാ സാകം ധാമ സ്വയംഭുവം പ്രഭോ. അല്ലേ രാജാവേ, അതെ പരീക്ഷിതനോടാണ് പറയുന്നത്. ശരണം പ്രാപിച്ചവനും ഭക്തനുമായ ചിത്രകേതു ഇനി ഈ ഒരു വിദ്യയാണിത്. അത് ഉപദേശിച്ച ശേഷം നാരദമുനി അങ്കിരസും കൂടി ആ ബ്രഹ്മലോകത്തേക്ക് തിരിച്ചുപോയി. ചിത്രകേതുസ്തു വിദ്യാം താം യഥാ നാരദഭാഷിതാം ധരയാമാസ സപ്താഹം അഭക്ഷ. എഴുതണം, മായുടെ പകരം അഭക്ഷസു സമാഹിതഃ. ചിത്രകേതുസ്തു വിദ്യാം താം, അവിടെ നിർത്തണം. യഥാ നാരദഭാഷിതാം എന്നിട്ടുണ്ട്. ധാരയാമാസ സപ്താഹം അഭക്ഷ സുസമാഹിതഃ. ആ ചിത്രകേതു എന്നുള്ള രാജാവാകട്ടെ ആ നാരദന് ഉപദേശിച്ച വിദ്യയെ സ്വരം വർണ്ണം മുതലായവയിൽ പിഴ കൂടാതെ, മനസ്സിലായോ? സ്വരവും വർണ്ണവും ഒന്നും തെറ്റിക്കാതെ, അതിൻ്റെ രീതി ഈണോ ഒന്നും തെറ്റിക്കാതെ ആ താളലയത്തോടു കൂടി വിധിപ്രകാരം മനസ്സമാധാനത്തോടും ജലം മാത്രം പാനം ചെയ്ത്, എന്ന് വെച്ചാൽ വേറൊന്നും. അഭക്ഷ എന്ന് പറഞ്ഞാൽ വെള്ളം. അഭക്ഷ എന്ന് വെച്ചാൽ
അപ്പിനെ ഭക്ഷിക്കുന്ന, അത് വെള്ളം മാത്രം ജലം മാത്രം കുടിക്കുന്ന മഹാവ്രതത്തോടു കൂടി 7 ദിവസം ഈ വിദ്യയെ ജപിച്ചു, ഈ മന്ത്രത്തെ ജപിച്ചു. തതശ്ച സപ്തരാത്രാന്തേ വിദ്യയാധാര്യമാണയാ വിദ്യാധരാധിപത്യം സാ ലേഭേ പ്രതിഹതാം നൃപ. വിദ്യാധരാധിപത്യം സാ, അവിടം വരെ വേണം കേട്ടോ, 8 അക്ഷരം. അങ്ങനെ 7 ദിവസത്തിൻ്റെ അവസാനത്തിൽ ചിത്രകേതു ഉപാസിച്ചു കൊണ്ടിരുന്ന ആ വിദ്യയുടെ ബലം കൊണ്ട് ആർക്കും കടപ്പാൻ കഴിയാത്തതായ, അതിക്രമിച്ച് കടക്കാൻ കഴിയാത്ത ആജ്ഞയോട് കൂടിയ വിദ്യാധരൻ എന്ന ആ ഒരു പദവി കിട്ടി. മനുഷ്യർ വിദ്യാധരന്മാർ, കിന്നരന്മാർ, കിങ്കണന്മാരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കാറുണ്ടല്ലോ, വായിക്കുമ്പോൾ യക്ഷന്മാർ, അങ്ങനെയുള്ള കാര്യത്തിൽ ഗന്ധർവന്മാരെന്നൊക്കെ പറയുന്ന പോലെ സാധാരണ മനുഷ്യരല്ലാത്ത ഒരു വിഭാഗം, മനുഷ്യരിൽ നിന്ന് ഉയർന്ന ഒരു വിഭാഗമായിട്ടാണ് ഈ വിദ്യാധരന്മാരെ കൽപ്പിച്ചിരുന്നത്. അങ്ങനെ ഒരു വിദ്യാധര പദവി ഈ ചിത്രകേതുവിന് കിട്ടി. തതകതിപയാഹോഭിർ വിദ്യയേദ്ധ മനോഗതി ജഗാമ ദേവദേവസ്യ ശേഷസ്യ ചരണാന്തികം. കതിപയാഹോഭിഹി, കുറേ ദിവസങ്ങൾ കൊണ്ട്, കതിപയാഹോഭിർ അവിടെ നിർത്തണം, വിദ്യയേദ്ധ മനോഗതി, വിദ്യയാ യുദ്ധ മനോഗതി, ഉജ്ജ്വലിച്ചിരിക്കുന്ന ആ മനസ്സിൻ്റെ ഗതിയോട് കൂടിയവനായിട്ട് യുദ്ധ മനോഗതിയാണ് വിദ്യയേദ്ധ മനോഗതി. ദേവദേവനായിരിക്കുന്ന ആ ശേഷൻ്റെ പാദസന്നിധാനത്തെ പ്രാപിച്ചു. ശേഷനെയാണ് ശരണം പ്രാപിച്ചിരിക്കുന്നത് ചിത്രകേതു. കതിപയാഹോഭിർ നിർത്തുക, വിദ്യയേദ്ധ മനോഗതി ജഗാമ ദേവദേവസ്യ ശേഷസ്യ. ശേഷൻ എന്ന് വെച്ചാൽ ഒരു മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെ. ചരണാന്തികം, ചരണത്തെ പ്രാപിച്ചു. മൃണാളഗൗരം ശിതിവാസ സംസ്ഫുരത് കിരീടകേയൂര കടിത്രകങ്കണം പ്രസന്നവക്താരുണലോചനം മൃതം ദദർശ സിദ്ധേശ്വരമണ്ഡലൈ പ്രഭും. ചിത്രകേതുവിനാൽ കാണപ്പെട്ട ആ ശേഷഭഗവാനെ വർണ്ണിക്കുകയാണ്, രൂപത്തെ വർണ്ണിക്കുന്ന നല്ല ഭംഗിയായിട്ട് ഉള്ള ആ രൂപം. മൃണാളഗൗരം ശിതിവാസ സംസ്ഫുരത് കിരീടകേയൂര കടിത്രകങ്കണം പ്രസന്നവക്താരുണലോചനം മൃതം ദദർശ സിദ്ധേശ്വരമണ്ഡലൈ പ്രഭും. അതും വായിച്ചാൽ മതി. തദ്ദർശനധ്വസ്ത സമസ്ത കിൽബിഷഃ സ്വച്ഛാമലാന്തഃകരണോഭ്യയാൻ മുനിഃ പ്രവൃദ്ധഭക്ത്യാ പ്രണയാശ്രുലോചനഃ പ്രഹൃഷ്ട രോമാനം അദാതിപൂരുഷം. പ്രഹൃഷ്ടരോമാ അനമാദി പൂരുഷം. അനമദാതിപൂരുഷം. രോമങ്ങളോട് കൂടിയതിനായിട്ട് പ്രവൃത്ത ഭക്തിയ പ്രണയാശ്രുലോചന പ്രഹൃഷ്ടരോമാനം അദാതിപൂരുഷം. കിട്ടിയല്ലോ എല്ലാ വാക്കുകളും. അതാ അവിടെ വായിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും പറയണ്ട, ആദിപൂരുഷം എന്നുള്ളതുകൊണ്ട് ആ പ്രഹൃഷ്ടരോമ നീട്ടുണ്ട് കേട്ടോ. പ്രഹൃഷ്ടരോമ അനമദാതിപൂരുഷം, അങ്ങനെയുണ്ട്. അനമദാതിപൂരുഷം, ആദിപൂരുഷം, ആദിപൂരുഷം ഒന്നിച്ച് വായിച്ചാൽ മതി. അത് ഒത്തിരി പിരിക്കാൻ പോയാൽ നമുക്കത്, ഞാനത് പറഞ്ഞു തന്നാൽ നിങ്ങളും അത് കിട്ടുകയായിരുന്നു, നിങ്ങൾക്ക് ഇത് ശരിയാക്കാൻ പറ്റുകയില്ല. അവിടെ ഒരുപാട് തിരുത്തേണ്ടി വരും. അങ്ങനെ അങ്ങ് ഒന്നിച്ച് വായിച്ച് പോയാൽ മതി. രോമാ ഉള്ളത് നീട്ടുണ്ട്. പ്രഹൃഷ്ടരോമ എന്നുള്ളൊരു വാക്ക്, പ്രഹൃഷ്ടരോമങ്ങളോട് കൂടിയവനായിട്ട്. പ്രഹൃഷ്ടരോമാ അനമദാതിപൂരുഷം. പ്രഹൃഷ്ടരോമാ അനമാദിപൂരുഷം എന്നാക്കുക. എന്നുള്ള നീട്ടിയിട്ട് പ്രകൃഷ്ടരോമ നീട്ടി രോമ അനമദാതിപൂരുഷം. അപ്പോൾ ശരിയാകും കേട്ടോ. അനമദാതിപൂരുഷം ഒന്നുകൂടെ വായിച്ചോളാം. പ്രഹൃഷ്ടരോമ
അനമദാതിപൂരുഷം തദ്ദർശനധ്വസ്ത സമസ്തകിൽബിഷ സ്വച്ഛാമലാന്തഃകരണോഭയാൻ മുനിഃ പ്രവൃദ്ധഭക്ത്യാ പ്രണയാശ്രുലോചന പ്രകൃഷ്ടരോമാനമദാതിപൂരുഷം സ ഉത്തമശ്ലോകപദാബ്ജവിഷ്ടരം പ്രേമാശ്രു ലേശൈർ ഉപമേഹയൻ മുഹോ പ്രേമോപരുദ്ധാഖില പ്രേമോപരുദ്ധാഖില വർണ്ണനിർഗമോ നൈവാശകത് തം പ്രസമീഡിതും ചിരം സ ഉത്തമശ്ലോകപദാബ്ജവിഷ്ടരം പ്രേമാശ്രുലേശൈർ ഉപമേഹയൻ മുഹോ പ്രേമോപരുദ്ധാഖില വർണ്ണനിർഗമോ നൈവാശകത് തം പ്രസമീഡിതും ചിരം. അദ്ദേഹം ഭക്തിയാധിക്യം നിമിത്തം ഒഴുകുന്ന നേത്രങ്ങൾ കൊണ്ട് ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ, ആ ശേഷഭഗവാന്റെ പാതാരബിന്ദങ്ങളെ വീണ്ടും വീണ്ടും അഭിഷേകം ചെയ്തു. വളരെയധികം സന്തോഷം കൊണ്ട് ബാഷ്പങ്ങളാൽ ഗദ്ഗദകണ്ഠനായിട്ട് വാക്കുകൾ പുറത്തേക്ക് പുറപ്പെടാൻ പറ്റുന്നില്ലാത്ത പോലെ കുറേയധികം നേരം ഭഗവാനെ സ്തോത്രം ചെയ്യുവാൻ സാധിക്കാതെ നിന്നുപോയി. ആ അവസരം നമുക്കും ഉണ്ടാകാറുണ്ട്. തതസമാധായ മനോമനീഷയാ ബഭാഷയേതത് പ്രതിലബ്ധവാഗസൗ നിയമ്യ സർവേന്ദ്രിയബാഹ്യവർത്തനം ജഗദ്ഗുരും സാത്വത ശാസ്ത്രവിഗ്രഹം. തതസമാധായ മനോമനീഷയാ ബഭാഷയേതത് പ്രതിലബ്ധവാഗ അസൗ നിയമ്യ സർവേന്ദ്രിയ ബാഹ്യവർത്തനം ജഗദ്ഗുരും സാത്വത ശാസ്ത്രവിഗ്രഹം. പിന്നീട് വിചാരശക്തിയാൽ മനസ്സിനെ വളരെയധികം തൻ്റെ ക്ഷമയോടുകൂടി അടക്കിയിട്ട് ഇന്ദ്രിയങ്ങളെ വെളിയിലോട്ട് വ്യാപരിക്കുന്നതിനെയൊക്കെ അകത്തേക്ക് വലിച്ചിട്ട് ആ വാക്കുകൾ പുറത്തേക്ക് പുറപ്പെടുവാൻ തടസ്സമില്ലാതെയായി. കുറച്ച് നേരം നമ്മൾ മൗനമായിട്ട് നിന്ന് നമ്മുടെ ഗദ്ഗത ഒന്ന് നിൽക്കും, നമ്മളൊന്ന് മനസ്സിനെ അടക്കും. അപ്പോൾ വാക്കുകളായിട്ട് പുറത്തേക്ക് വന്നു. ഭക്തന്മാരുടെ ഹൃദയത്തിൽ ധ്യാനിക്കാനായിട്ട് പഞ്ചരാത്രം മുതലായ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന നാരദ പഞ്ചരാത്രം ഉണ്ട്. അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന ശാസ്ത്രങ്ങളിൽ നിന്ന് കിട്ടിയ സച്ചിദാനന്ദ സ്വരൂപനായ ജഗദ്ഗുരുവിനെ ഇപ്രകാരം സ്തുതിച്ചു. എപ്രകാരമാണെന്ന് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരി ഓം.